ഒരു വാർത്തയിലേക്ക്. സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വാഹനം ഇടിച്ച് വയോധികൻ മരിച്ചു. തമിഴ്നാട് സ്വദേശിയായ തങ്കരാജാണ് മരിച്ചത്. കുറ്റത്ത് തന്നെ ഇവനക്കെതിരെ കേസ് എടുത്ത് ഇവനൊക്കെ അകത്തിടണം. എന്നാലേ ഇമ്മാതിരി തോന്നി മാസം റോഡിൽ കടന്ന് കാണിക്കുന്ന ഈ നാറികള് പഠിക്കത്തുള്ളൂ. സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി. കേരളം ഇതാണ് പ്രബുദ്ധമായിട്ടുള്ള കേരളം. തിന്മകളെ ഞാൻ എന്നും എതിർത്ത് പോന്നിട്ടുണ്ട്. പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കവാറും എല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത്. ഈ പൊട്ടൻ എന്ന് പറയുന്നത് കമ്പും മുഴയൊന്നല്ല, ഇവൻ തന്നെ പോലും പ്രബുദ്ധ കേരളം. നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ? നിങ്ങൾക്ക് ഇതിലൊന്നും പ്രതികരിക്കണ്ട അല്ലേ? സജി, ഞാൻ കോട്ടയം ലുലുവിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ നടൻ ഓടിച്ച കാറ് ഇടിച്ച് ഒരാള് തെറിച്ച് പോയി വീണ് എന്റെ കണ്ണു മുന്നിലാണ് ഞാനിത് കണ്ടത്. അപ്പോ വരുന്ന പോലെയാണ് ഈ കാർ വന്നത്. ഇങ്ങനെ ഒരു കാറ് വരുന്നുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ഒരു സാധനം ഷൂന്ന് വന്നിട്ട് റോഡിന്റെ സൈഡിൽ കൂടി നടന്നു പോയ മനുഷ്യനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അയാൾ ഒരു ഹൈറ്റില് പോയിട്ട് നടുക്കൂടുള്ള ലൈനിന്റെ ഇപ്പുറത്ത് വീഴാണ്. കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ പോകുമ്പോ അല്ലെ നിങ്ങളുടെ ഭർത്താവിന് ഈ ഒരു അവസ്ഥ ഉണ്ടായാൽ നിങ്ങൾ സഹിക്കുവോ? അപ്പോ ഇവൻ കാറിൽ നിന്ന് ഇറങ്ങിയ ആളോ മാന്യന് നിക്കാൻ കൂടി വയ്യ. നിക്കല്ല, അവൻ ആരാണെന്ന് തന്നെ അവന് ബോധമില്ല. വല്ലാത്ത ചതിയായി പോയി. കൂട്ടാൻ ഏത് മാളത്തിൽ പോയി ഒളിച്ച് ഇപ്പൊ ഒന്നും പറയാനില്ലേ? ന്യായീകരിച്ച് വന്ന നാറികൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.